നാം ഈ രാജകുമാരിയെ ഇഞ്ചിഞ്ചായി വധിക്കുന്നതാണ്. ഇഞ്ചിഞ്ചായി. അതെങ്ങനെയാണെന്നോ? നമ്മുടെ പിതാവിന്റെ മൃത്യു സംഭവിച്ചപ്പോൾ നാം ഇഞ്ചിഞ്ചായി മരിച്ചതുപോലെ അതുപോലെ തന്നെ വേണം. അതുപോലെ തന്നെ ആയിരിക്കും. നാം രാജകുമാരിക്ക് ഓരോ നിമിഷവും കഷ്ടത നൽകുന്നതായിരിക്കും. ഇനി 3 ദിവസം, 3 ദിവസത്തിന് ശേഷം ആ നല്ല ദിനം എത്തും. നാം രാജകൊട്ടാരത്തിൽ വെച്ച് കേട്ടിരുന്നു, 3 ദിവസത്തിന് ശേഷം രാജകുമാരി രൂപവതിയുടെ ജന്മദിനമാണെന്ന്. നമ്മുടെ ജന്മദിനമോ? നമ്മുടെ ജന്മദിനമല്ലല്ലോ. ഇയാൾ ഇപ്പോഴും സത്യമല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്തിന്? എന്നാൽ അതേ ദിവസം തന്നെ, ആ ജന്മദിനത്തിൽ നാം രാജകുമാരിക്ക് അതേ ദിവസം ഒരു ഉപഹാരം നൽകുന്നതാണ്. മൃത്യു. എന്നാൽ അതിനു മുൻപ് നമ്മൾ ഇവളോട് അങ്ങേയറ്റം അത്യാചാരം കാണിക്കണം. ഇവളെ അങ്ങേയറ്റം കഷ്ടപ്പെടുത്തണം. പിന്നീട് നമ്മൾ ഹത്യ നടത്തുന്നതിന് മുൻപ് തന്നെയായി ഇവൾ നമ്മുടെ മുൻപിൽ മൃത്യുവിന് വേണ്ടി അപേക്ഷിക്കണം, മൃത്യുവിന് വേണ്ടി യാചിക്കണമെന്ന്. ദേവദത്ത, നീ അങ്ങേയറ്റം ദയാരഹിതനായി തീർന്നല്ലോ. ഈ ശിക്ഷയാണോ നീ അവൾക്ക് നൽകാൻ പോകുന്നത്? അത് ശരിയാണ്. ഞങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഏത് ദേവദത്തനാണ് സംസാരിക്കുന്നതെന്ന്. കാട്ടിയാലും അവിടത്തേക്ക് നമ്മുടെ പീഡ മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, അവിടുന്ന് ഒരു സ്ത്രീയാണല്ലോ. നമ്മെ പോകാൻ അനുവദിച്ചാലും അവിടുന്ന് ഒരു മാതാവാണല്ലോ. നിങ്ങൾ എല്ലാവർക്കും മാതാപിതാക്കൾ ഉണ്ടാകുമല്ലോ. ഇനി അഥവാ നിങ്ങളിൽ ആരെങ്കിലും സ്വന്തം മാതാപിതാക്കളിൽ നിന്നും അകറ്റി നിർത്തുകയാണെങ്കിലോ, എന്നാ നിങ്ങൾക്ക് പീഡ ഉണ്ടാകില്ലേ? പറയൂ. അവിടുന്ന് പറഞ്ഞാലും അഥവാ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ സന്താനത്തെ അകറ്റി നിർത്തുകയാണെങ്കിലോ അവിടത്തേക്ക് പീഡ തോന്നില്ലേ? ഇല്ല. നിങ്ങൾ എല്ലാവരും കേൾക്കൂ. അഥവാ ഈ 3 ദിവസത്തിനുള്ളിൽ ദേവദത്തൻ അവന്റെ ജോലി പൂർത്തിയാക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ അവനെ അധികാരിയായി അംഗീകരിക്കും. എന്തു പറയുന്നു? അതുപോലെ കുമാരിയുടെ കാര്യം, നീ എവിടേക്കും പോകുന്നില്ല. നിന്റെ ജന്മദിനം തന്നെ നിന്റെ മൃത്യുദിനവുമാണ്. ഒരിക്കലുമില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും രാജകുമാരി ഇവിടെ നിന്നും രക്ഷപ്പെടുത്തണം. ഇപ്പോൾ തന്നെ നീ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് നമുക്ക് നന്നായിട്ടറിയാം. നമ്മോടൊപ്പം വരൂ. നടക്കാൻ. ദേവദത്തൻ നമ്മോട് പറയാതെ ഇത്രയും വലിയൊരു കാര്യം ചെയ്തു. നമ്മെ വിടൂ. നിഷ്ഠൂരൻ, വളരെ വലിയ നീചൻ തന്നെയാ. നിങ്ങളെ കുറിച്ച് നാം കേട്ടതെല്ലാം സത്യമാണ്. വൈദ്യൻ എങ്ങനെയുള്ള ആളുകളാ? അവരാരെയും പരിഗണിക്കാറില്ല. അതുപോലെ അക്രമകാരികളുമാണ്. അതുപോലെ അവരൊരിക്കലും വിശ്വസിക്കാനും പാടില്ല. ഇന്ന് നാം അതിന് സാക്ഷിയായിരിക്കുന്നു. ഈ കാരണം കൊണ്ട് തന്നെയാണ് മറ്റു ജനങ്ങൾ നിങ്ങളെ അവരിൽ നിന്നും അകറ്റി നിർത്തുന്നത്.
ഇത് തന്നെയാണ് രാജസിംഹാസനം. ഇത് നേടിയെടുക്കുന്നതിന് നാം എത്ര കാലമായി ആഗ്രഹിക്കുകയാണ്. ഇനി ഈ രാജ്യം നമ്മുടേതാണ്. രൂപനഗരം നമ്മുടെ നിയന്ത്രണത്തിലാണ് ഇനി.